ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കൂൾ തുറക്കണതിൻ്റെ 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകാണ്ടായിന്. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളെയും ഉമ്മാനെയും പറഞ്ഞയക്കണം എന്ന് വിചാരിച്ചു. അവിടെ ഒരു വിശേഷം ഉണ്ട് കേട്ടോ. അനിയത്തിൻ്റെ മോനെ സുന്നത്ത് കല്യാണം കഴിക്കണുണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഉമ്മാനെയും കുട്ടികളെയും രാവിലെ നേരത്തെ പറഞ്ഞയക്കണം. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ കേട്ടോ. വേറെ കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിക്കുള്ള മാവൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അർജൻറ്റൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇഡ്ഡലി മാവും ദോശമാവൊക്കെ കയ്യിലുണ്ടെങ്കിൽ സുഖം, പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ, അതാ ഞാൻ വേഗം ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങൾ ഇഡ്ഡലി തട്ടുന്ന ഇങ്ങനെ എടുക്കുമ്പം അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിക്ക് കിട്ടലുണ്ടല്ലോ, അപ്പോൾ എന്താ ചെയ്യലേ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഓയിലാക്കി കൊടുക്കും. അത് എല്ലാവരും ആക്കി കൊടുക്കണ തന്നെ ആവും. പിന്നെ നമ്മൾ മാവ് തട്ടിക്ക് ഒഴിക്കണതിൻ്റെ മുന്നേ ആദ്യം ചെമ്പിൽ വെള്ളം വെക്കൂട്ടോ ഞാൻ. എന്നിട്ട് ആ തട്ടിൽ ഓയിൽ തടവി കൊടുത്തിട്ട് തട്ടയ്ക്ക് ഇറക്കി വെക്കും. എന്നിട്ട് അതൊന്ന് ചൂടായിട്ടാണ് കേട്ടോ ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കൽ. അതേപോലെ തന്നെ ഇഡ്ഡലി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും, അതേപോലെ ഇഡ്ഡലി ഉണ്ടല്ലോ നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി കിട്ടണമെങ്കിലും നമ്മൾ ഇഡ്ഡലി മാവ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാവ് പുളിക്കാൻ വെക്കുമല്ലോ, പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് സമയം കൈ ഇട്ടുകൊണ്ട് കൈ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ ചിലർക്ക് അതൊരു കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുമ്പോൾ ഒരു ഗതിയുടെക്കാരം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മളെ കൈ കൊണ്ട് തന്നെയല്ലേ നമ്മളെ വീട്ടിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. അതേപോലെ തന്നെ ഈ ഇഡ്ഡലി തട്ടിൽ ഈ വെള്ള തുണിയില്ലേ, നേരിയ വെള്ള തുണി വിരിച്ചു കൊടുത്തിട്ട് അതിക്ക് ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയായിട്ട് ഉണ്ടാക്കൽ, നമ്മൾ ഇഡ്ഡലി തട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. ഇപ്പോൾ ഇതിത്തെ വെള്ളം കണ്ടില്ല നിങ്ങൾ, നല്ലോണം തിളച്ചിട്ട് ഈ തട്ടി ഞാൻ അതിക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ആ തട്ടുമ്പോൾ ആവി കയറുമ്പോൾ ചൂട് കയറും. അപ്പോൾ ആ ചൂട് തന്നെ ഇഡ്ഡലി തട്ട് ചൂടായിട്ടാണല്ലോ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് ആ ചൂടൊന്ന് ആറിയതിന് ശേഷം ഇഡ്ഡലി അതിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഒരു തട്ട് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ തട്ടും അതേപോലെ വെച്ച് കൊടുത്തു. അതിക്കും ആവി ഇങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് അതിക്കും മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പം എളുപ്പമാണ് കേട്ടോ തട്ടുന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഇതിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇഡ്ഡലി മാവ് ഒരു കപ്പിക്ക് ആക്കി കൊടുത്തിട്ട് ആ കപ്പ് നട്ടോ ഇതിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കൽ. എന്നാൽ പിന്നെ ഈ തവി കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് കപ്പ് നോക്കുമ്പോൾ കപ്പ് ഇവിടെ അല്ല, കപ്പ് മേലെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടികൾ വെള്ളം എന്തോ കുടിക്കാൻ വേണ്ടിയിട്ട് മേലെ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ പിന്നെ എടുത്തോണ്ടിരാൻ മടിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്തതാണ്. അപ്പോൾ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അരച്ചെടുത്തിട്ടോ. ഇത് ഉഴുന്നും ചെറുപയറും അതേപോലെ തന്നെ റാഗില്ലേ മുത്താറി, അതും ഇതന്നെയാണ് എൻ്റെ അധിക ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും. അപ്പോൾ അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിന്. അത് ഞാൻ മാവൊന്നും കൂട്ടി വെക്കലില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ അപ്പം അരച്ച് വെക്കലാണ്. അപ്പോൾ ഇതുണ്ടാവും ഇനി രാത്രി 2 ദോശ ഉണ്ടാക്കാനും കേട്ടോ. രാവിലെ 3 ഇഡ്ഡലിയും ചൂടും, രാവിലെ ഒരു 2 ദോശക്കുള്ള മാവ് ഇതുണ്ടാവും. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മറ്റേ ഇഡ്ഡലിയൊക്കെ ആയിട്ട് അതും വേവിച്ചെടുക്കണം. പിന്നെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിനും, അതേപോലെ ഒരു തക്കാളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ കുറച്ച് തേങ്ങ കേട്ടോ. അപ്പോൾ തന്നെ ഇഡ്ഡലി ആയിട്ടുണ്ടായിനും, അത് ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു സ്പൂണ് ഉഴുന്നാട്ടോ ഇട്ട് കൊടുത്തത് ആദ്യം. പിന്നെ ഒരു സ്പൂണ് പൊട്ടുകടല ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഒന്ന് ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക, കരിയരുത് കേട്ടോ. പിന്നെ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ടായിനും, അത് രണ്ടും നടുക കയറിയിട്ട് അങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. ഇനി പൊട്ടുകടല അല്ലെങ്കിൽ നിലക്കടല ചേർത്താലും മതി കേട്ടോ. നിലക്കടല ചേർത്താലും നല്ല ടേസ്റ്റാണ് ചട്നിക്ക്. അങ്ങനെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള കേട്ടോ, ഒരു സവാളയാണിത്, അതും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. സവാളക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ അതായാലും മതി. അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കുക.
അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാവുമ്പോഴേ എളുപ്പം വഴന്നു കിട്ടും കേട്ടോ. ഒക്കെ വഴറ്റിയെടുക്കാനൊക്കെ നല്ല സുഖമാണ്. അതേപോലെ എന്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതാ സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ആ സവാളൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിന്. എല്ലാ കൂട്ടത്തിൽ വറ്റൽ മുളകൊക്കെ ചേർത്തിട്ടില്ല. അപ്പോൾ എരിവ് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് കാശ്മീരി മുളക് പൊടി ആട്ടോ ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ അതേപോലെ ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. തേങ്ങ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് ചേർത്തുന്നുള്ളൂ. വെറും സവാളയും തക്കാളിയും ഇഞ്ചിയും അതേപോലെ ചെറിയൊരു കഷ്ണം പുളി ഉണ്ടായിന് കേട്ടോ. ചെറിയൊരു കഷ്ണമല്ല, ഒരു 2-3 കുരു പുളി എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ ചട്നി നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതാട്ടോ ഒക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഒരു പാത്രത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കുക, ചൂടാറാൻ വേണ്ടിയിട്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ്, കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒന്ന് വറവിട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചട്നി. ദോശക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റും. അതേപോലെ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കണമെങ്കിൽ നല്ലോണം പേസ്റ്റ് ആക്കി അരക്കാഞ്ഞാൽ മതി. വല്ലാതെ വെള്ളമൊന്നും ചേർക്കാതെ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചോറിന് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ചമ്മന്തിൻ്റെ ആ ഒരു ഇതിൽ കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി തട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഇതിന്ന് ഇതേപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കൂല. നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിക്ക് ചേർത്ത ചോറ് നമ്മളെ റേഷൻ കടയിലത്തെ അരി തന്നെയാണ്. ഞാൻ റേഷൻ കടയിലത്തെ അരിൻ്റെ ചോറ് തന്നെയാണ് കേട്ടോ നമ്മൾ മാവ് കൂട്ടിയപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അത് മുറിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. അതേപോലെ തന്നെ ഈ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ തട്ടുന്ന് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ചട്നി ആയിട്ടുണ്ടല്ലോ, അതൊന്ന് വറവിട്ടെടുക്കണം ഇനി. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പ മരിച്ചിട്ട് നാളൊക്കെ 7ാം പെരുന്നാളിൻ്റെ അന്ന് ആണ് കേട്ടോ എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം മരിച്ചിട്ട് 5 വർഷം തികയാണ് നാളെ. അപ്പോൾ എല്ലാവരും ഉപ്പാനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഉപ്പാൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിനൊരു വിങ്ങലാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും പോകണ്ട അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ സമാധാനപ്പെടൂലേ. അപ്പോൾ ഇപ്പോൾ കുറേ മറന്നു പോയിട്ടോ. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഫോൺ വിളിക്കണ പോലെ ഇങ്ങനെ തോന്നാറുണ്ട് എനിക്ക്. നമ്മൾ കിച്ചണിലൊക്കെ ഇങ്ങനെ ഓരോ പണി എടുക്കുമ്പോഴേ ഒറ്റക്കൊക്കെ ആവുമ്പോൾ. ഇപ്പോൾ പിന്നെ അങ്ങനെ കുറേ മറന്നു. 5 വർഷമൊക്കെ ആയില്ലേ. എന്നാലും ഇടയ്ക്കൊക്കെ ഓർമ്മ വരും. അങ്ങനെ നമുക്ക് പഠിച്ചോ മറവിനെ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും കഴിയൂല അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകൊണ്ടിട്ടോ. അപ്പോൾ നിങ്ങളെയും ഉമ്മമാരും ഒപ്പമാരും ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തലുണ്ട്, എൻ്റെ പ്രാർത്ഥനയിൽ. അപ്പോൾ അതേപോലെ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുകൊണ്ട്. അപ്പോൾ ബാബു ഇവിടെ വന്നിരിക്കണ്ടേനി. അപ്പോൾ ഞാൻ ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ചായ പിന്നെ മെഷീൻ ചായ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കൽ കേട്ടോ. അതാകുമ്പോൾ സുഖമാണ്. തിളച്ച വെള്ളത്തേക്കാണ് പൊടി ഇട്ട് കൊടുത്താൽ മതി. പാലും പഞ്ചസാരയും ചായപ്പൊടിയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു സുഖമാട്ടോ. അപ്പം എനിക്ക് അത് കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞാൽ പിന്നെ ആ സുഖം കഴിഞ്ഞും ചെയ്തു. പിന്നെ നമ്മളെ ചട്നി ഉണ്ടാക്കാനുള്ള മിക്സ് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ജാറൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ അതൊക്കെ വാട്ടിയ ആ സവാളയൊക്കെ വാട്ടിയ ചട്ടിയില്ലേ, ആ ചട്ടി തന്നെ എപ്പോഴും ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ വറ്റൽമുളകും ചേർത്ത് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് തീക്കാണ് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിക്ക് ഈ താളിച്ചതാണ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാൻ വേറൊരു പാത്രത്തേക്ക് പാക്കാനാവില്ല വിചാരിച്ചിട്ട് അതിക്കനാണ് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ലൂസായിട്ടൊക്കെ ഉള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതേപോലെ കുറുകിയ ചട്നിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജാറ് കുറച്ച് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുഴറ്റിയിട്ട് അതിക്കാണ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളവിടെ ചട്നിക്ക് പാകം ഇതാണ് കേട്ടോ. ഇത്ര ഒരു അളവിലാണ് വേണ്ടത്. അപ്പം ഞാൻ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മളെ ചട്നി റെഡിയായി. പിന്നെ ഉപ്പിട്ടിട്ടില്ല, ഇനി വേഗം ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയതല്ലേ. അപ്പോൾ ഇനി വേവിച്ചെടുക്കൊന്നും വേണ്ട, തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ചട്നി റെഡിയായി. പിന്നെ കുറച്ച് ഇഡ്ഡലിയും കൂടെ ചൂടാണ്ടായിന്. പിന്നെ എനിക്കുള്ള ഇഡ്ഡലിയും ചുട്ടിട്ടില്ലേന്. അപ്പോൾ ഞാൻ ഒരു 3 ഇഡ്ഡലിയും കൂടെ ചൂടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കുള്ളതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇഡ്ഡലി മാവ് ചില ദിവസം നല്ല സോഫ്റ്റായിട്ട് കിട്ടലുണ്ട് കേട്ടോ. ഞാനിത് ഈ കപ്പസോടൊന്നും ചേർക്കലൊന്നുമില്ല, ഒന്നും ചേർക്കലില്ല. അപ്പം തന്നെ അരച്ചെടുത്ത് അപ്പം തന്നെ ചുട്ടെടുക്കലാണ്. ഇന്നെന്തോ അറിയില്ല കേട്ടോ,
ഇന്ന് ശരിക്കും അങ്ങോട്ട് പൊങ്ങി വന്നിട്ടൊന്നുമില്ല, കുറച്ച് ഹാർഡായിന് എൻ്റെ ഇഡ്ഡലി. മറ്റേ ഇഡ്ഡലി നല്ല സൂപ്പറാട്ടോ, അരിയും കൊണ്ടുള്ള ഇഡ്ഡലി. പിന്നെ നമ്മൾ കഴിഞ്ഞ മാസത്തെ ഗിവ് അവേ വിന്നർ ഉണ്ടല്ലോ, സ്റ്റിനി ജോയ് പറഞ്ഞിട്ടില്ലേ, ഓർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിന്. ആ ഗിഫ്റ്റ് ഓർക്ക് കിട്ടി. ആ വീഡിയോ എനിക്ക് വിട്ടുതന്നിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ ആ വീഡിയോ എപ്പോഴും വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കും, ഞാൻ മറന്നു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തട്ടോ. അതുപോലെ തന്നെ അടുത്ത വിന്നറെ തിരഞ്ഞെടുക്കാനുള്ള സമയമായി. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് നോക്കട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ടോപ്പ് കമൻറ്റിൽ വരുന്ന ടോപ്പ് കമൻറ്റിൽ ഇപ്രാവശ്യം ആരാ വരുന്നത് നോക്കിയിട്ട് ഓർക്ക് നമുക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെയാവും നമ്മളെ ഗിവ് അവേ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക. അപ്പോൾ അങ്ങനെ ടോപ്പ് കമൻറ്റിൽ വരുന്നവർക്ക് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ മാസം അങ്ങനെ ഗിവ് അവേ ഗിഫ്റ്റ് അയച്ചു തരാം. അപ്പോൾ വർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനത് ഈ ചട്ടിയാണ് കേട്ടോ. അത് നല്ലൊരു അടിപൊളി ചട്ടിയാണ്. ഇൻഡസ്വാലിൽ നിന്ന് നമുക്ക് വരുന്ന പാത്രങ്ങളാണ് കേട്ടോ. അതൊക്കെ നല്ല വെയിറ്റ് ഉള്ള നല്ല ഇരുമ്പിൻ്റെ ഒരു കടായിയാണ്. ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ നമുക്ക് കുക്ക് ചെയ്യാൻ ഹെൽത്തിനും നല്ലതാണ്. അതേപോലെ കോട്ടിങ്ങും കാര്യങ്ങളൊന്നും പോകില്ല, നോൺ സ്റ്റിക്കിൻ്റെ പോലെ നല്ല സൂപ്പർ പാത്രങ്ങളാണ് കേട്ടോ. ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയും. അതിൽ എനിക്ക് വന്ന പാത്രങ്ങളിൽ ഒരു ഉണ്ണിയപ്പച്ചട്ടി ഞാനത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ശരിക്കും അതിനെക്കുറിച്ചിട്ട് ഇങ്ങോട്ട് വല്ലാതെ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ആരോ ഒരാൾ വാങ്ങിയിട്ട് എണ്ണ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഒരു ഇടങ്ങേറ് തോന്നിയിട്ട് മനസ്സിക്ക്. കാരണം എന്താ വെച്ചാൽ ഞാൻ നല്ല നല്ല പാത്രങ്ങൾക്ക് മാത്രമാണ് റിവ്യൂ പറയൽ. അത് ഞാൻ ഗിഫ്റ്റ് കൊടുത്തും ചെയ്ത് ഒറ്റ പ്രാവശ്യം ഞാൻ അതിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ തോന്നിയതുമില്ല. അതിൽ ചെറിയ ചെറിയ കുഴികളാണ്. അപ്പോൾ ഓയിൽ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല, കുറച്ച് ഓയിലേ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നിറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണോ എന്താണെന്നറിയില്ല, ഓയിൽ പുറത്തേക്ക് ചിന്തി പോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ സോറി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് വാങ്ങിച്ച് പിന്നെ അതെനിക്കൊരു ഇടങ്ങേറായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഉമ്മാനെയും കുട്ടികളെയും പറഞ്ഞേക്കട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. അപ്പോൾ കേട്ടോ നല്ല സോഫ്റ്റാണ് നമ്മൾ ഇഡ്ഡലി. കണ്ടില്ലേ, ഞാനിത് മുറിച്ച് കാണിച്ച് തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല സോഫ്റ്റ് ആട്ടോ. നിങ്ങൾ തൊട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. പിന്നെ നമ്മളെ ചട്നി സൂപ്പറാട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലത്. നമുക്ക് റാഗി കൊണ്ടുള്ള ഇഡ്ഡലിയാണല്ലോ എൻ്റെത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. കുട്ടികളും അമ്മയും കുറച്ച് നേരത്തെ പോന്നു. അപ്പോൾ അതാണ് അനിയത്തിൻ്റെ വീട്. അനിയത്തിൻ്റെ വീട് പൂക്കോട്ടുംപാടത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേന് കുട്ടീനെ സുന്നത്തിലാണൊക്കെ കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പോൾ രാവിലെ നേരത്തെ കൊണ്ടുപോകുമല്ലോ, 7:30 ആയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അനിയത്തിൻ്റെ വീട്ടുകാരും അതേപോലെ എൻ്റെ വീട്ടിലത്തോരും എൻ്റെ നാത്തൂനും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെ എവിടെ ചെന്നാലും നമുക്ക് കിച്ചണിലാണല്ലോ പണി. അപ്പോൾ ഇപ്പം നമ്മൾ ബിരിയാണി ദമ്മ് പൊട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അനിയത്തിൻ്റെ നാത്തൂനാട്ടോ ബിരിയാണി മസാലയൊക്കെ സെറ്റാക്കി വെച്ചിരുന്നത്. ഞാൻ ദമ്മിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡിന് പോകാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുട്ടിൻ്റെ സുന്നത്തെല്ലാണ് ഇപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഓനെ സ്കൂളിൽ ചേർത്താനും പറ്റൂല. അപ്പോൾ എന്നാൽ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസം വൈകി. പിന്നെ പെരുന്നാളൊക്കെ ആയപ്പോൾ പെരുന്നാൾ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നതാട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഓനക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ വലിയ കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. മറ്റേ കുട്ടികളങ്ങനെ സുന്നത്തലേനൊക്കെ കഴിച്ച് കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ബിരിയാണിയൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇടങ്ങേറാണല്ലേ, കുട്ടികൾക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ. ഇപ്പോൾ പിന്നെ അങ്ങനെയല്ലല്ലോ, ഓനെ കാളികാവുന്നാണ് കേട്ടോ കഴിച്ചത്. വന്ന അപ്പം തന്നെ ഗുളികയും കൊടുക്കും. പിന്നെ ഇങ്ങനെ ഉറ്റിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് മുറിവുമ്മൽ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പോലെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഓൻ്റെ അടുത്ത് ഇരുന്ന് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്